ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചെറിയ ഹോം ഡെക്കർ, വാൾ ഡെക്കർ ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഇൻട്രോയ്ക്ക് പോലെ കൊടുക്കുന്ന പോലെ സംഗതി അങ്ങനെ റെഡിയാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് കാർഡ്ബോർഡ് പീസസ് മതിയാവും, ചെറിയ ചെറിയ പീസസ് മതി. അപ്പം ഒരു പീസ് ഞാൻ വെട്ടിയെടുത്തിട്ട് അത് ഇങ്ങനെ പട്ടി അടിച്ച പോലെ സൈഡ് ഇങ്ങനെ വെട്ടി കരക്ക് വരെ എടുത്തിട്ട് രണ്ടെണ്ണം വേറൊരെണ്ണം കൂടെ അതിൻ്റെ പുറകിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറങ്ങുറങ്ങനെ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് സംഗതി ടിഷ്യൂ പേപ്പർ സ്ഥിരം പരിപാടി അതൊക്കെ തന്നെ ചെയ്യുക. എൻ്റെ കൂടെ നിന്ന് വലിച്ചോനും ചെയ്തു തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്ത് കഴിയുമ്പം ഏകദേശം ഒരു പലക കഷണം അല്ലെങ്കിൽ തടിക്കഷണം, തടി മുറിച്ചത് എന്നൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാവുമെന്ന് ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഉണക്കാൻ വേണ്ടി വെക്കും. സ്ഥിരം പരിപാടി തന്നെ, അതങ്ങനെ തന്നെ വെക്കുന്നു. പോട്ടെ, വരച്ച് വെക്കുന്നു. അതിൻ്റെ അറ്റത്തു നിന്ന് വെളിച്ചം വന്ന് ചുരുട്ടി അങ്ങോട്ട് തിരിച്ച് കയറ്റുന്നു. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞൊരു വീട് വരച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് സാധനങ്ങൾ, കുട്ടി സാധനങ്ങൾ നമുക്കിതിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ വീട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൗൾഡിറ്റ് എടുത്തിട്ട് ക്ലേ എടുത്ത് അതിനകത്ത് ഡോറ്, വിൻഡോയ്, പിന്നെ അതിൻ്റെ ഓടിൻ്റെ സംഗതിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. സംഗതി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1 വർഷം മുമ്പേ ചെയ്ത സംഗതിയാണ്. ഇപ്പോഴാണ് ഇടാൻ വേണ്ടി എനിക്ക് തോന്നിയത് പോസ്റ്റ് ചെയ്യാൻ. അതൊക്കെ അവിടെ കിടക്കട്ടെ. പിന്നെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കയറാം. പിന്നെ നമ്മളൊരു മൂങ്ങയാണ് വരച്ചത്. സാധാരണ ഉള്ള പോലെ തന്നെ ലുക്കിലുള്ളൊരു വിൻറ്റേജ് ലുക്കിലുള്ള വിൻറ്റേജ് ലുക്കല്ല, ലിപ്സ്റ്റിക്ക് ഒക്കെ പോലത്തെ സാധനങ്ങളെല്ലാം കരണ്ടും കേടി വേറി വരുന്നുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഇടയ്ക്ക് നാവ് ഉടക്കുന്നു. അതുപോട്ടെ. അപ്പോൾ അങ്ങനെ മൂങ്ങയുടെ കുറച്ച് സംഗതികളൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനും ബോർഡർ പോലെ തന്നെ വെക്കുന്നുണ്ട് ക്ലേ വെച്ച്. പിന്നെ നമുക്കൊരു ഇലയാണ് വേണ്ടിയത്. അപ്പം ഇല സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനും നമ്മൾ പഴയ പോലെ തന്നെ ബോർഡർ പോലെ വെച്ച് കൊടുക്കുക. സംഗതി കുറച്ച് എളുപ്പമായിട്ട് തോന്നും. ആ കാർഡ്ബോർഡിൽ ആദ്യം ഒട്ടിച്ചതും അതൊന്ന് ഉണക്കിയെടുക്കാനുള്ള പാടുമൊക്കെ ഉള്ളൂ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ സാധനങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിയും പെയിൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പൊങ്ങിയിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാലേ ചെറിയ ചുള്ളിക്കമ്പുകളാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഇങ്ങനെ മരത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അപ്പോൾ അത് വരാൻ വേണ്ടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നാടകീയത ഒഴിവാക്കാൻ വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ട് അത് വൈറ്റ് കളറും കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മൂങ്ങായ, ഇലയ, വീട് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ള കളേഴ്സ് നമുക്ക് അടിച്ചു കൊടുക്കാം. എനിക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള കളേഴ്സ് എന്ന് തോന്നിയത് ഞാൻ കുറച്ച് അടിച്ചു കൊടുത്തതേ ഉള്ളൂ. ബേസിക്കായിട്ടുള്ള കളേഴ്സ് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് മൂങ്ങയുടേത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിയും വീടിൻ്റേത് സെറ്റ് ചെയ്യും. അപ്പോൾ അതേ സെയിം കളറുകൾ തന്നെയാണ് വീടിൻ്റേതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിനും അതേ കളേഴ്സൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇലയുടെ എന്ന് പറഞ്ഞാൽ നമുക്കിനിയും ഇല അടയല്ല, ഇലയുടേത് അത് നമുക്കിനി മാറ്റാൻ പറ്റത്തില്ലല്ലോ. പച്ച നിറം തന്നെ കൊടുത്തല്ലേ പറ്റൂ. എന്നാലും തമ്മിൽ ചേരും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ ഈ ബൈൻഡ് ആദ്യമേ വെട്ടിയെടുത്ത തടി പോലെ ഡ്രാമാറ്റിക് ഫീൽ വരേണ്ടാത്തൊരു സംഗതി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മൂങ്ങയും ഇലയും മാത്രമേ ഉള്ളൂ ഹാങ് ചെയ്യുന്നത്. വീട് നമുക്കതിൽ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ബീഡ്സും കൂടെ ആ നൂലിലായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. 2 അറ്റത്തായിട്ടാണ്, ഒരറ്റത്ത് മൂങ്ങ ഒരറ്റത്ത് ഇല എന്ന കണക്കിലാണ് നമ്മൾ തൂക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം അതങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഓരോ അറ്റത്തായിട്ട് കെട്ടി വെക്കുന്നു. ഇങ്ങേ അറ്റത്തായിട്ട് ഇല വെച്ച് കൊടുത്തു, അപ്പുറത്തെ അറ്റത്ത് മൂങ്ങ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീടുണ്ടല്ലോ ഒരു കുഞ്ഞു സാധനം, അതുകൊണ്ട് ഇവിടെ മണ്ടയ്ക്കായിട്ട് ഒന്ന് തെളിഞ്ഞ് നിൽക്കാൻ തക്ക രീതിയിൽ അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സംഭവം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.